അമ്മയ്ക്ക് വയ്യടാ, അമ്മയ്ക്ക് വയ്യ പൊന്നാ, അമ്മയ്ക്ക് വേദനിച്ചിട്ട് വയ്യടാ. ഏട്ടാ ഞാൻ രക്ഷപ്പെടുവോ? എനിക്ക് എന്റെ മാനെ ജീവിച്ചിട്ട് മതിയായിട്ടില്ല ഏട്ടാ. എനിക്ക് ജീവിക്കണേട്ടാ. സഹായിച്ചിട്ട് രക്ഷപ്പെടുത്തുമോ? എന്റെ കരളും വൃക്കയും മാറ്റിവെക്കലാണ് ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങക്ക് വേറെ നിവൃത്തിയില്ല. എനിക്ക് ചെറിയ കുട്ടിയാണുള്ളത്. അവരിപ്പം ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എനിക്ക് വേദനിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കഴുത്തിൽ കൂടെയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. എല്ലാവരും സഹായിക്കണം ഞങ്ങളെ. ഫിറോസ് കുന്നംപറമ്പിലാണ് ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത, കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. 25 വയസ്സുള്ള ശരണ്യ എന്ന് പറയുന്ന ഒരു സഹോദരി തന്റെ കുഞ്ഞിന്റെ കൂടെ ജീവിക്കാൻ, തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ജീവിതം തുടങ്ങും മുൻപ് തന്നെ മാരകമായ രോഗം ബാധിച്ചിട്ട് തനിക്ക് ജീവിക്കണമെന്ന് ഈ പൊതുസമൂഹത്തോട് കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ്. കരൾ രോഗം ബാധിച്ച്, കിഡ്നിക്ക് രോഗം ബാധിച്ചിട്ട് ഡയാലിസിസ് ചെയ്യുകയും കരൾ രോഗം ബാധിച്ച് രക്തം ഛർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കുഞ്ഞു ശരീരം മാറുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ശരണ്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ജീവിതം തുടങ്ങുന്നുള്ളൂ. നമ്മുടെ മക്കളെയൊക്കെ പോലെ പഠിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചിട്ട് ഒരു പക്ഷെ ജീവിതത്തിന്റെ ആ ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലേക്ക് തന്റെ കുട്ടിയോടൊപ്പം ജീവിക്കാൻ തുടങ്ങും മുന്നേ മാരകമായ അസുഖം ബാധിച്ചിട്ട് ഇന്ന് കോഴിക്കോട് മൈത്ര ആശുപത്രിയുടെ ഈ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോ ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. 45 ലക്ഷം രൂപയാണ് കിഡ്നിയും അതുപോലെ തന്നെ കരളും മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. എന്നെ എന്റെ ഫ്രണ്ടാണ്. അവൾക്ക് ലിവറും കിഡ്നിയും ഫെയിലിയർ ആണ്. കുറച്ചു വർഷമായി ചികിത്സയിലാണ്. എല്ലാവരിനെ കൊണ്ടും ആവണ സഹായം, ചെറിയൊരു തുകയാണെങ്കിൽ ചെറിയൊരു തുക എല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കണം. ചെറിയൊരു കുട്ടിയുണ്ട്, 5 വയസ്സൊരു മോനുണ്ട്. അവരിനെ കൊണ്ട് ഇപ്പൊ ഈ അവസ്ഥയില് ചികിത്സിക്കാൻ പൈസയൊന്നുമില്ല. എല്ലാവരും ആവണ സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കും. ശരണ്യ എന്റെ മരുമോളാണ്. അവൾക്ക് കിഡ്നിന്റെ അസുഖം ബാധിച്ചിട്ട് 5-8 മാസമായി. അവൾക്ക് ലിവറും കിഡ്നിയും മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അടിയന്തരമായ ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിയുന്നവരും അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾ നിർദ്ധരായ കുടുംബങ്ങൾക്ക് സഹായിക്കണം.